നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഇവിടെ എംബ്രസ് എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ റിലേഷനിൽ നിങ്ങൾ പേഴ്സൺ അത്രയും കമ്മിറ്റഡ് ആണ് എന്നുള്ളതാണ്. അതായത് അവർ ഒരു ലൈഫ് പാർട്ട്ണർ ആയിട്ടാണ് നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് കേട്ടോ. അത്രയും ഇൻറ്റൻസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഈ റിലേഷനിൽ അവർ നിങ്ങൾക്ക് തരുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത്രയും വാല്യുബിൾ ആണ്, അത്രയും ഇമോഷണലി അവർ ഇൻവോൾവ്ഡ് ആണ് ഈ റിലേഷനിൽ. മാത്രമല്ല നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് തരുന്നുണ്ട്, സ്നേഹം തരുന്നുണ്ട്, നിങ്ങളെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് അവർ കാണുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 9 ഓഫ് കപ്സ് എനർജിയാണ്. അവരുടെ ആഗ്രഹമായിരുന്നു നിങ്ങളുമായിട്ടുള്ള റിലേഷൻ എന്നുള്ളത്. അത്രയും അവർ ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആണ് ഈ റിലേഷനിൽ എന്നാണ് കാണിക്കുന്നത്. ഒരു ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ഈ റിലേഷനെ അവർ അത്രയും സീരിയസ് ആയിട്ട് കാണുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ റിലേഷനിൽ അവർ ഇടുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ്, അത് ലൈഫ് ലോങ് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് ഈ റിലേഷനെ അവർ കാണുന്നതും. അതുപോലെയാണ് അവരുടെ മനസ്സിൽ ഈ റിലേഷൻ കൊടുക്കുന്ന സ്ഥാനവും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ദ മജീഷ്യൻ കാർഡാണ്. ഇവിടെ ഈ ഒരു റിലേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ആയതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വാല്യൂ തരുന്ന, നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു പേഴ്സണെ യൂണിവേഴ്സായിട്ട് കൊണ്ടു തന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ഒരു കമ്മിറ്റഡ് ആയിട്ട് ഈ റിലേഷൻ അവർ നിൽക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കില്ല, അങ്ങനെ ഒരു റിലേഷൻ ആയിരിക്കില്ല. പക്ഷേ ഈ പേഴ്സൺ നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ കൂടെ ഉണ്ടാവും, എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഒരു വാക്ക് തന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെ അവരൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് അവർ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ഇമോഷണലി കണക്റ്റഡ് ആണ്. നിങ്ങളാണെങ്കിലും ഈ റിലേഷനിൽ ഒരുപാട് ഇമോഷണലി ഇൻവോൾവ്ഡ് ആയിട്ട് നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. ഈ റിലേഷൻ നിങ്ങളും ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഇമോഷൻസ് എന്ന് പറയുമ്പം നിങ്ങൾ ഇമോഷണലി കംപ്ലീറ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു അഡിക്ഷൻ പോലെയാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലോ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോ ഇൻവോൾവ്ഡ് ആകുമ്പം നിങ്ങൾക്കത് സത്യം പറഞ്ഞാൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണോ, പഴയ പോലെയുള്ള സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണോ, അങ്ങനെയുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഈ റിലേഷനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. 2 ഓഫ് പെന്റിക്കിൾസ് എനർജി ഈ ഒരു ഡൗട്ട് ആണ് കാണിക്കുന്നത്. നിങ്ങൾ ഡൗട്ട്ഫുള്ളി ആണ് റിലേഷൻ നിൽക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. ഈ റിലേഷൻ നിങ്ങൾക്ക് ഒരു പ്രാധാന്യം ഇല്ല, അല്ലെങ്കിൽ പഴയ പോലെ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ട്. പക്ഷേ അവരുടേതായ കാര്യങ്ങളിൽ ചില സമയത്ത് ബിസി ആവുന്നത് കൊണ്ടാണ് ഈ റിലേഷൻ എഫേർട്ട് ഇടാത്തത്, അല്ലെങ്കിൽ ആ സമയത്താണ് അവർ അവൈലബിൾ ആവാത്തത് എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ അവർക്ക് ഈ റിലേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ കരിയർ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ കരിയർ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് കൂടി നിങ്ങളും ഫോക്കസ്ഡ് ആവുക. തീരെ നിങ്ങൾക്ക് വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ റിലേഷൻ എന്നുള്ള കാര്യത്തിലോട്ട് മാത്രം എഫേർട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ നിൽക്കരുത്. അങ്ങനെ നിൽക്കുമ്പം നിങ്ങൾക്കൊരു വാല്യൂ കുറയും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അതിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും റെസ്പെക്റ്റും നിങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയി നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സീക്ക് ചെയ്ത് ഒരു ചേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു ടെൻഡൻസിയിൽ നിന്ന് മാറി
നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ആളുമായിട്ട് സംസാരിക്കുക. നിങ്ങൾക്കുള്ള ഒരു സ്പേസ് നിങ്ങൾ അവിടെ കണ്ടെത്തുക. അങ്ങനെ വേണം. അതായത് രണ്ടും നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങളുടെ ലൈഫും കൊണ്ടുപോകണം, റിലേഷനും കൊണ്ടുപോകണം. അപ്പോൾ റിലേഷനെ അതിൻ്റെതായ രീതിയിൽ ഡീൽ ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റണം. അല്ലാതെ 24 hours റിലേഷൻ എന്ന് മാത്രം പറഞ്ഞ് നിൽക്കാതെ രണ്ടിനെയും ഒരുപോലെ ഡീൽ ചെയ്യുമ്പോൾ ആ റിലേഷൻ സക്സസ്ഫുൾ ആക്കിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, സ്ട്രെങ്ത് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻ കൂടുതൽ സ്ട്രെങ്തൻ ആവും തന്നെയാണ് കാണുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് വീണ്ടും കൂടിച്ചേരും, വീണ്ടും ഈ റിലേഷൻ മുന്നോട്ട് പോകും. അങ്ങനെ ഒരു എനർജിയാണ് ഈ റിലേഷനിലുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. എസ്കേപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ റിലേഷനിൽ നിന്ന് അവർ രക്ഷപ്പെടുവാണ്, അല്ലെങ്കിൽ അവരെ എസ്കേപ്പ് ചെയ്യുവാണ്, നിങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുവാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അവരുടേതായ കരിയർ അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നുള്ളതാണ്. റിഫ്ലക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അവർക്ക് ഈ റിലേഷനെ കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ്. അതായത് അവർക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരൊന്നൊരു ഡിസ്റ്റൻസ് എടുക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. അല്ലാതെ അവർക്ക് നിങ്ങളോട് ഇഷ്ടക്കേടോ പ്രശ്നങ്ങളോ ഉള്ളത് കൊണ്ടല്ല. ഈ റിലേഷനെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം, അങ്ങനെ ഈ റിലേഷന് ഒരു അകൽച്ച വെക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ ഈ റിലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാരിറ്റി കിട്ടുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഏപ്രിൽ, മകീരം, മൂലം, മാർച്ച്, തിരുവനന്തപുരം, കോഴിക്കോട്, 1996, ചോതി, 1999, ലെറ്റർ ഇ, ജനുവരി, ഉത്രാടം, ലെറ്റർ എ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.